അടുത്ത എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്കും സബ്സ്ക്രൈബും കമന്റ് ഒക്കെ ചെയ്യണേ. ചെയ്തില്ലെങ്കിൽ ഇതിലെ വില്ലൻ വന്ന് നിങ്ങളെ എന്തായാലും പിടിച്ചോണ്ടു. എല്ലാവർക്കും പ്ലോട്ട് പറയട്ടിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ എപ്പിസോഡ് കാണാം. എപ്പിസോഡിന്റെ തുടക്കത്തില് 2008 ഒരു സംഭവമാണ് കാണിക്കുന്നത്. നമ്മുടെ ഗവൺമെന്റ് വർക്കേഴ്സിനെയും ഏജന്റുമാരെയും എല്ലാം കൊന്നത് അവരാണ്. സൗത്ത് കൊറിയ, ജപ്പാൻ, ഹോങ്കോങ് എന്നിവിടങ്ങളിലായിട്ടാണ് അവരെ കൊന്നത്. ഇതിന്റെ എല്ലാം പുറകിൽ ആ ഡെപ്യൂട്ടി ഡയറക്ടർ കിം ജിയോങ് സിയോൺ ആണ്. സൗത്ത് കൊറിയൻ ജനറൽ ബ്യൂറോ ഇന്റലിജൻസിന്റെ. അവനെ കൊല്ല്, നമ്മളോട് കളിച്ചതിന്റെ വില അവനെ അറിയിച്ചു കൊടുക്ക്. എന്നിട്ട് ആള് ബൈക്കിൽ ഇയാളെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടത്തുള്ള കമ്പി തട്ടി ഒരു കാറ് മറിയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ ആള് വന്ന് എല്ലാരും ഷൂട്ട് ചെയ്തിടുന്നുണ്ട്. എന്നിട്ട് ഡെപ്യൂട്ടി ഡയറക്ടറിന്റെ മുമ്പിൽ പോയിട്ട് പറയാണ് ഇറങ്ങു വെളിയിൽ. എന്നിട്ട് ആളെ കാറിന്റെ ഫ്രണ്ടിൽ കയറ്റി ആള് സ്പീഡിന് ഓടിച്ചു പോവാണ്. ഇയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ നിന്ന ആൾക്കാർ അവിടെ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യാൻ റെഡിയായി നിൽക്കാണ്. നമ്മുടെ ആള് ഇയാളുടെ മുഖവും കാണിച്ച് അവിടെ നിന്ന് സ്പീഡിന് ഓടിച്ചു പോകുന്നു. അങ്ങനെ പോകുമ്പോഴാണ് ആളുടെ പുറകിലും വണ്ടികളുണ്ട്, ഫ്രണ്ടിലും പോവാൻ പറ്റില്ല. ആള് പറയാണ് ഇവിടെ വെച്ച് ഞാനും നീയും മരിക്കും. അങ്ങനെ ആള് കാർ ഓടിച്ച് കൊക്കയിലോട്ട് വീഴ്ത്താണ്. ന്യൂസ് വോയിസ് ഓവർ ആയിട്ട് കേൾക്കാം. ഇന്ന് രാവിലെ കിട്ടിയ വാർത്തയാണ്, നോർത്ത് കൊറിയൻ ആർമി ഓഫീസർ ഡെപ്യൂട്ടി ഡയറക്ടറിനെ കൊലപ്പെടുത്തി. ഇപ്പോഴും ആ ഓഫീസറിന്റെ ഐഡന്റിറ്റി വെളിവായിട്ടില്ല. അവര് രണ്ടുപേരും ഒരുമിച്ച് മരണപ്പെട്ടെന്നാണ് വാർത്തകൾ. ഈ ന്യൂസ് കണ്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. അവൻ അത്രയ്ക്ക് ഇവിടെ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹമുണ്ടല്ലേ. അത് കട്ട് ചെയ്ത് നമ്മുടെ ആള് വെപ്രാളത്തില് ഹോസ്പിറ്റലിലോട്ട് ഓടി വരികയാണ്. എക്സ്ക്യൂസ് മീ, ഞാൻ യൂജിന്റെ ഹസ്ബൻഡ് ആണ്. ആള് ലേബർ റൂമിലാണ്, ഇതുവഴിയാണ് കേട്ടോ. അങ്ങനെ ആൾ അങ്ങോട്ട് ഓടി പോവാണ്. അങ്ങനെ ആള് വരുമ്പോ ഡോക്ടർ പറയാണ് കുട്ടി നല്ല ഹെൽത്തി ആയിട്ടുണ്ട്, പക്ഷേ അമ്മ. ആളൊന്നും മിണ്ടുന്നില്ല. ആൾ ആ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വൈഫിന്റെ അടുത്ത് വരുന്നു. യൂജിൻ, നമുക്ക് നമ്മുടെ കുട്ടിക്ക് മിഞ്ചി എന്ന് പേരിടാം. കഴിഞ്ഞതെല്ലാം മറന്ന് പുതിയൊരു ജീവിതം ജീവിക്ക്. മിഞ്ചിയുടെ അച്ഛനായിട്ട് നമ്മുടെ മിഞ്ചിയെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളർത്തണം. മറ്റുള്ളവരെ സ്നേഹിക്കാനും അവള് പഠിക്കണം. ബാക്കിയുള്ള അച്ഛന്മാരെ പോലെ സ്വന്തം മോക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു അച്ഛനായി നീ മാറണം. ആളവിടെ മരിച്ചു വീഴാണ്. കിം പൊട്ടിക്കരയുന്നു. അത് കട്ട് ചെയ്ത് ആളൊരാളെ ഗൺ പോയിന്റിൽ നിർത്തിയൊക്കെയാണ്. സർജൻ കിം, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. എന്നെ ഇവിടെ നിന്ന് പിരിച്ചുവിട്. നീ ഒന്ന് സമാധാനപ്പെടും, ഓക്കെ? നീ എനിക്ക് എന്റെ ഫ്രീഡം ഉറപ്പ് തന്നത്. ഞാൻ ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്ത്. ഇതുപോലെ തന്നെ അവസാനത്തെ 2 വെട്ടം നീ പറഞ്ഞതും. ഞാൻ നിങ്ങളുടെ കൂടെ ഇത്രയും നാളും സഹിച്ചു പിടിച്ചു നിന്ന് വെറുതെ ഒന്ന് ജീവിക്കാൻ വേണ്ടി. ഇനിയും നീ വാക്ക് തെറ്റിച്ച നിങ്ങളും ഞാനും ഈ സ്ഥലവും ഇവിടുന്ന് പോവും. ഓക്കെ, ഞാൻ നിന്നെ പിരിച്ചുവിട്ടേക്കുന്നു. അത് കട്ട് ചെയ്ത് ആള് കുഞ്ഞിന് വേണ്ടിയുള്ള പാലൊക്കെ ഉണ്ടാക്കുന്ന രീതി നോക്കുകയാണ്. എന്നിട്ട് അതിനെ നോക്കി വളർത്തി. അപ്പോഴാണ് കുഞ്ഞ് ആദ്യമായിട്ട് അച്ഛാന്ന് വിളിക്കുന്നത്. ആള് ഹാപ്പി ആവുകയാണ്. വോയിസ് ഓവർ കേൾക്കാം. ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ മിഞ്ചിയെ വളർത്തണം. എന്റെ അച്ഛനാണ് ബെസ്റ്റ്. ഈ ലോകത്തെ എല്ലാ അച്ഛന്മാരെ പോലെയും സ്വന്തം മോക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ മടിക്കാത്ത അച്ഛനായി നീ മാറണം. നീ നമ്മുടെ മിഞ്ചിക്ക് നല്ലൊരു അച്ഛനായിരിക്കണം. അത് കട്ട് ചെയ്ത് അന്നത്തെ ദിവസം രാത്രിയാണ് കാണിക്കുന്നത്. ഇതല്ലേ അവൻ? നീയാണോ കിം നം ഹോൻ? നിങ്ങളാരാ? അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. ബാ, നമുക്കൊന്ന് സംസാരിക്കണ്ടേ. എന്നിട്ട് ആളെ അവിടെ അടിച്ചു വീഴ്ത്തുവാണ്. എന്നിട്ട് അവന്റെ ഫോൺ എടുത്ത് ടൈപ്പ് ചെയ്യുന്നു. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ സ്കൂളിന്റെ ബാഗ് ഗേറ്റിൽ കാണും. നീ വരുന്നത് വരെ ഞാൻ അവിടെ കാണും. നംഹൂന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആൾ ഈ മെസ്സേജ് കണ്ട് അങ്ങോട്ട് വരികയാണ്. അപ്പൊ പുറകിന്ന് കുറെ പേര് വരികയാണ്. മിഞ്ചി, നീ ശരിക്കും ഇവിടെ വന്നല്ലോ. ആള് പോവാൻ നിൽക്കുമ്പോ അവിടെ നിന്ന് ഹേരിയ ആൾക്കാരും വരികയാണ്. എനിക്കൊരു ബാഡ് ന്യൂസ് പറയാനുണ്ടല്ലോ. നംഹൂന് തീരെ വയ്യ, അതുകൊണ്ട് അവന് വരാൻ പറ്റത്തില്ല. അതിനെന്താ, ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ആളൊന്നും മിണ്ടുന്നില്ല. അത് കട്ട് ചെയ്ത് ആളെ അടിക്കുകയാണ്. ഹേരി, അത് നല്ല അടിയായിരുന്നു. നീ എന്താ അടി നോക്കുന്നേ? ഞാൻ വിചാരിച്ചത് ഇത് തീർന്നെന്നാ. എന്നെ എക്സ്പെൽ ചെയ്യോ ട്രാൻസ്ഫർ ചെയ്യോ എന്താന്ന് വെച്ചാ നീ ചെയ്തോ, നിന്റെ അച്ഛനോട് പറഞ്ഞിട്ട്. എനിക്കതൊന്നും അല്ല വേണ്ടത്. നീ എന്റെ മുമ്പിൽ മുട്ടുകുത്തണം. സോറി, ഞാൻ എന്റെ അച്ഛനെ പോലല്ല. അങ്ങനെയാണോ? ഒന്നുകൂടെ ഒന്ന് തല്ലി നോക്കടി. എന്നെ അടിക്കാൻ. അങ്ങനെ മിഞ്ചി അവളെ അടിക്കുകയാണ്. അവിടെ വലിയ പ്രശ്നമാവുന്നു. ആർക്കും ഒന്നും ചെയ്യാൻ വയ്യ. എല്ലാരും വീഡിയോ ഒക്കെ എടുക്കുകയാണ്. മിഞ്ചി ഹേരി തറയിലോട്ട് തള്ളിയിടുകയാണ്. അപ്പോ കൂട്ടത്തിൽ ഒരുത്തൻ വന്ന് മിഞ്ചി ഇടിക്കുന്നു. നീ എന്താ വിചാരിച്ച നീ പെണ്ണായോണ്ട് ഞാൻ നിന്നെ തൊടത്തില്ലെന്നാ? നിങ്ങളെല്ലാം കണക്കാണല്ലോ. എന്നിട്ട് ആളെ പിടിച്ച് ശരിക്കടിക്കുകയാണ്. ദേഷ്യം വന്ന ഹേരി കല്ലെടുത്ത് അവളുടെ തലയ്ക്കടിക്കുന്നു. അങ്ങനെ ആളവിടെ തറയിൽ വീഴുകയാണ്. എല്ലാരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുകയാണ്. മതി മിഞ്ചി അഭിനയം. അത് ബ്ലഡ് അല്ലേ? അങ്ങനെ എല്ലാരും ടെൻഷൻ ആവുകയാണ്. ഹേരിക്ക് എന്ത് ചെയ്യണോന്നറിയാൻ വയ്യ. അച്ഛാ, ഇവിടെ ആള് 12 മണിയായിട്ടും മിഞ്ചിയെ കാണാതെ ആളെ വിളിക്കുകയാണ്. ആളുടെ ഫോൺ റിങ് ചെയ്യുന്നു. നമുക്ക് ആംബുലൻസിനെ വിളിക്കാം. നിങ്ങൾ എന്തായി ചെയ്യുന്ന? നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങളെല്ലാം ഈ കൂട്ടത്തിലുള്ളതാ. അഥവാ പിടിക്കപ്പെട്ട നിങ്ങളെല്ലാം അകത്തു പോകും. ഹേരി, നീ പേടിക്കണ്ട. എനിക്കറിയാം ആരെ വിളിക്കണം.
വായിക്കണോന്ന്. അത് കട്ട് ചെയ്ത് ഒരു പലിശക്കാരൻ ഒരാളെ പൈസ വായിക്കാൻ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോ ആക്കൊരു കോൾ വരുന്നു. ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് സൗത്ത് സൈഡിലെ പലിശക്കാരൻ, മഞ്ഞപ്പല്ലന്റെ ഗ്യാങ് ഓ മിൻചിയോൾ. ഹലോ സാർ, ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങൾ അറിയാതെ ഒരാളെ കൊന്നു. അതുകൊണ്ട് ആ ബോഡി എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റാൻ പറ്റുമോ? ഞാൻ എന്തോ ചെയ്യാൻ അതിന്? അങ്ങനെ ഹേരി ഫോൺ വാങ്ങിച്ചു പറയുന്നു, ഞാൻ ഹേരിയാണ്, ചെയർമാൻ ജുഹ കൺസ്ട്രക്ഷന്റെ മോള്. ആ ബോഡി ഒന്ന് നീക്കം ചെയ്താൽ ഞാൻ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തരാം. എന്തോ നീ വിചാരിച്ചോ നീ ജുഹ കൺസ്ട്രക്ഷന്റെ മോളാന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു? അപ്പോ ഇത് കാറിയിരിക്കുന്ന മഞ്ഞപ്പല്ലൻ കേക്കാണ്. അവന് കോൾ അടിച്ചില്ലേ? ഡാ, നീ ആരടുത്ത് സംസാരിച്ചോണ്ടിരുന്ന? എന്റെ ഒരാളുമായിട്ടാ. അതല്ല, നീ ഇപ്പൊ ജുഹ കൺസ്ട്രക്ഷനെ കുറിച്ച് എന്തോ പറഞ്ഞില്ലേ? ഓ, അവളുടെ അച്ഛനെന്തോ അങ്ങനെന്തോ ആന്ന്. അവൾ എന്താ ചെയ്തത്? ആരെയോ കൊന്നിട്ട് ബോഡി എടുത്ത് മാറ്റാൻ പറയോ? അവളെ തിരിച്ചു വിളിക്ക്, ഞാൻ അവളെ സഹായിക്കാന്ന് പറ. എന്താ? നിന്റെ അടുത്ത് തിരിച്ചു വിളിക്കാനല്ലേ പറഞ്ഞ? എന്നിട്ട് ആൾ അങ്ങോട്ട് വന്ന് മിഞ്ചിയുടെ ബോഡി എടുത്ത് കാറിൽ കയറ്റാണ്. ഓ, എന്താ രാജകുമാരി നിങ്ങൾ ഇങ്ങനെ പേടിച്ചിരിക്കുന്നേ? നീ നിന്റെ അച്ഛനെ പോലെ അല്ലല്ലോ. ആള് റെക്കോർഡ് ചെയ്യുവാണ്. എനിക്കിതൊരു പ്രശ്നമേ അല്ല, ഞാൻ നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും തരും. ഓ, എന്റെ കയ്യിലും പൈസയൊക്കെ ഉണ്ടെന്നേ. ഞാൻ ഇങ്ങനത്തെ കേസൊന്നും ഡീൽ ചെയ്യാത്തയാണ്. പിന്നെ ചെയർമാൻ ജൂവിന് എനിക്കൊരു കാര്യം കൊടുക്കാനുണ്ട്. അതിനുവേണ്ടിയാ ഞാൻ നിന്നെ സഹായിക്കാന്ന് പറഞ്ഞു. എനിക്കതൊന്നും അറിയണ്ട, ഇതാരും വെളിയിൽ അറിയരുത്. നിനക്ക് ആ ബോഡി നോക്കാൻ പറ്റുമോ ഇല്ലയോ? നിനക്കറിയാവോ, നീ നിന്റെ അച്ഛനെ പോലെ തന്നെ സംസാരിക്കുന്നത്. നീ പേടിക്കണ്ട, ഞങ്ങൾ അവളുടെ ഓർഗൻസ് എല്ലാം എടുത്ത് അവളെ കടലിൽ കളഞ്ഞോളാം. അതെന്തിനാ ബോസ് ഓർഗൻസ് എടുക്കുന്നത്? നിനക്കറിയാത്ത പോലെ സംസാരിക്കല്ലേ. ഓർഗൻസോട് ഇട്ട ബോഡി പൊങ്ങി കിടക്കും, കാട്ടിലിടാൻ പറ്റത്തില്ല. കാട്ടിലിട്ട മൃഗങ്ങൾ ആദ്യം ഓർഗൻസ് തിന്നുന്ന. ഹേരി ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ ആൾ ഇറങ്ങുമ്പോ മഞ്ഞപ്പല്ലം പറയാണ്, പിന്നെ ഈ കാര്യം നിന്റെ അച്ഛൻ അറിയണ്ട, വെറുതെ ആളെ ടെൻഷൻ ആക്കണ്ടെന്നേ. പറഞ്ഞത് മനസ്സിലായോ? ആളിങ്ങനെ പേടിച്ചു നിൽക്കുവാണ്. അത് കട്ട് ചെയ്ത് നമ്മുടെ ആള് ചോദിക്കുകയാണ്, മിഞ്ചി എവിടെ? ഓ മിഞ്ചിയോൾ, ഞങ്ങൾ അവളെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയതേ ഉള്ളൂ. ബാക്കി പറ. അവള് വന്ന് വീണു, പിന്നെ ഞാൻ ഓമിൻചിയോളിനെ വിളിച്ചു. ബാക്കി എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ആള് കഴുത്ത് മുറുക്കുകയാണ്. അവനിപ്പോ എവിടാ? അത് കട്ട് ചെയ്ത് ആള് വീട്ടിലോട്ട് വരികയാണ്. അപ്പോഴാണ് അച്ഛാ. ആളൊന്ന് തിരിഞ്ഞു നോക്കുന്നു. എവിടെ പോയിരുന്നു? ഇന്ന് ജോലിക്ക് പോയില്ലേ? ഇതെന്താ നനഞ്ഞു നിൽക്കുന്നേ? ഇതെല്ലാം ആൾക്ക് തോന്നുന്നതാണ്. അത് കട്ട് ചെയ്ത് ഓഫീസിൽ ആളെ കാണാത്തോണ്ട് സാങ്ങ വിളിക്കുകയാണ്. ഇവിടെ ആള് കോട്ടൊക്കെ എടുത്തിട്ട് കണ്ണാടി എടുത്തിട്ട് ഒരു സ്യൂട്ടും എടുത്തിട്ട് ഇറങ്ങാണ്. അത് കട്ട് ചെയ്ത് ഒരാളോട് ഇടന്ന് കെഞ്ചാണ്, പ്ലീസ് പ്ലീസ്, ഞാൻ പൈസ ഉടനെ തരാം, എന്റെ മോളെ വെറുതെ വിടണം. നിനക്ക് കോൺട്രാക്ട് ഓർമ്മയില്ലേ? ഞാൻ വേണമെങ്കിൽ വായിച്ച് ഏൽപ്പിച്ചു തരാം. പറഞ്ഞ സമയത്തിനുള്ളിൽ പൈസ തന്നില്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പറിന്റെ ഓർഗൻ വേണം. ഇല്ല, അങ്ങനെയൊന്നും അതിലില്ലായിരുന്നു. അങ്ങനെ ആളെ തല്ലുവാണ്. പ്ലീസ്, എന്റെ മോളെ വെറുതെ വിടണം. ആൾ അവളെ പിടിച്ചു വെക്കാണ്. ഇവക്കും ഉണ്ടല്ലോ കിഡ്നി, പാൻക്രിയാസ്, കണ്ണ്, അതെല്ലാം ഞാൻ എടുത്തോളാം. എന്നിട്ട് അവളെ പിടിച്ചോണ്ട് പോവാണ്. അപ്പൊ ഒരു കോളിംഗ് ബെല്ല് കേൾക്കുന്നു. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഓർഡർ ചെയ്തോ? ഞാൻ ഓർഡർ ചെയ്തത് ക്യാൻസൽ ചെയ്തായിരുന്നു. പോയി ആരാ നോക്കിട്ട് വാ. ഇവിടെ ആളെ ബോധം കെടുത്തി കടത്തേക്കാണ്. അപ്പൊ ഒരു സൗണ്ട് കേൾക്കുന്നു. ഒരുത്തനെ ചവിട്ടി അകത്തിട്ടിട്ടുണ്ട്. നോക്കുമ്പോ നമ്മുടെ ആളാണ്. അപ്പൊ ആൾ ഇത് കാണുന്നു. അങ്ങനെ ഒരുത്തൻ ചുറ്റിക എടുത്ത് വരികയാണ്. അവനെ തല്ലിയിട്ട് ആ ചുറ്റിക കൊണ്ട് അവനെ തന്നെ അടിക്കുന്നു. വരുന്നവന്മാരെ എല്ലാം അടിച്ചിടുകയാണ്. ഈ സൗണ്ട് കേട്ട് ഇവൻ എന്താന്ന് പറഞ്ഞ് എണീക്കുവാണ്. ഇവിടെ ആള് ഇത് കണ്ടോണ്ട് വന്ന് ആ ചെയ്തവന്റെ മുഖത്തിട്ട് കൊടുക്കുവാണ്. ഇവിടെ ഇവന്മാര് സൗണ്ട് കേട്ട് അടിക്കാൻ റെഡിയായി നിൽക്കുമ്പോഴാണ് കതവ് തുറക്കുമ്പോ ഇവരുടെ കൂട്ടത്തിലെ ഒരുത്തൻ ഇവരെ തന്നെ അടിച്ചിടും. കിമ്മു വന്ന് അവരെ അടിച്ചിടുവാണ്. ആ കൂട്ടത്തില് ഈ ലീഡർ ഇറങ്ങി ഓടുവാണ്. ഇറങ്ങി ഓടിയതും അവിടെ വെച്ച കെണിയില് ആളുടെ കാല് തട്ടി ഫുള്ള് ചോര വരികയാണ്. അങ്ങോട്ട് ആള് വന്ന് ഇവനെ ഇടിച്ചിടുന്നു. അത് കട്ട് ചെയ്ത് ഇവിടെ തൈക്കൊണ്ടോക്കാരൻ പറയാണ്, സാർ ഞാൻ എന്തിനാ ഇതിന്റെ അകത്ത് നടക്കുന്നേ? CCTV വരുന്നത് വരെ നിങ്ങൾ ഇവിടെ കാണണം. അതിന്റെ ആവശ്യം എന്തായാലും ഒന്ന് തൊട്ട പോലും ഇല്ല അവരെ ഒന്നും. ആകെ ഞാൻ ചെയ്തത് ആ കിഴങ്ങനെ ഒന്ന് പിടിച്ചു നിർത്തിയതേ ഉള്ളൂ. പറഞ്ഞോട്, സത്യം പറഞ്ഞോട്. ഇവിടെ ആള് തലയും കൈവച്ചിരിക്കുകയാണ്. സാർ അവൻ ഇപ്പോഴും ഉറങ്ങുവാ ഈ സമയത്തും? അത് കട്ട് ചെയ്ത് ഇവൻ അടിച്ചിട്ട വീഡിയോ നമ്മുടെ ലോണ്ടറിക്കാരന്റെ വൈഫ് കാണുകയാണ്. അതായത് നോക്കി, ഇയാളെന്ത് പൊളിയാ. ആള് നോക്കുവാണ്. ആ ശരിയാ. ഉടനെ ആളുടെ എക്സ്പ്രഷൻ മാറുന്നു. അത് കട്ട് ചെയ്ത് സൗത്ത് കൊറിയൻ ഇന്റലിജൻസ് ബ്യൂറോ കാണിക്കുകയാണ്. ഇവിടെ ഒരാള് ആ അടിച്ചിട്ട ഫുട്ടേജ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ആളെ ശ്രദ്ധപ്പെടുന്നത്. ആളൊന്ന് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് പണ്ടത്തെ ആളാന്ന് മനസ്സിലാവുന്നു. ഇത് മെയിൻ ലീഡേഴ്സിനെ വിളിച്ച് പറയാണ്. അവരും ഇത് കണ്ടു നോക്കി നിൽക്കുകയാണ്. ഞാൻ വിചാരിച്ച് ഇവൻ മരിച്ചെന്ന്. ഉടനെ സൗത്ത് കൊറിയന്ന് അവൻ ഇങ്ങോട്ട് കൊണ്ടുപോവാ. വെയിറ്റ് ചെയ്, നമുക്കതിപ്പോ ചെയ്യാൻ പറ്റില്ല. സമാധാന ചർച്ച ഉടനെ വരാൻ പോവല്ലേ. ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാവില്ല. സമാധാനത്തിൽ അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് അവനെ അറസ്റ്റ് ചെയ്യണം. നിങ്ങൾക്കെല്ലാം വട്ടായോ? അവൻ റിപ്പബ്ലിക്കിനോട് എന്താ ചെയ്തതെന്ന് നിങ്ങൾ മറന്നുപോയോ? അപ്പോ ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ജനറൽ ഇന്റലിജൻസ് ബ്യൂറോ സൗത്ത് കൊറിയ ഡയറക്ടർ ജനറൽ റോയ് യങ് റിയോങ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനം പോണമെന്നുണ്ടോ? നമ്മുടെ നോർത്തിനെ പറ്റിച്ച് സൗത്ത് കൊറിയ പോയി നിന്നവനവൻ. മതി, നിർത്ത്. പാർട്ടി പറയുന്നത് കേട്ടാ മതി. അത് കട്ട് ചെയ്ത ആള് പറയാണ്, ഇവർക്കൊക്കെ എല്ലാം എന്തു പറ്റി? നമ്മൾ എന്തിനാ സൗത്തുകാർ പറയുന്നത് കേൾക്കുന്നത്? അവരുടെ വിചാരം എന്താ അവനെ അങ്ങ് പിടിക്കാന്നോ? അവന് ജീവൻ ഉള്ളിടത്തോളം കാലം അത് പറ്റത്തില്ല. പാക് ഇയോങ് ഗ്യാങ്ങിനെ കൊണ്ടല്ലാതെ. പാക് ഇയോങ് ഗ്യാങ്ങോ 66നെ ഉദ്ദേശിക്കുന്നേ? അവൻ തന്നെ. അത് കട്ട് ചെയ്ത് ഒരു ഫീൽഡിൽ ഒരാൾ എല്ലാരും ഫൈറ്റ് ചെയ്തിട്ടാണ്.
നമ്മുടെ യൂണിറ്റിലുള്ള ഏറ്റവും ബെസ്റ്റ് വാരിയറിനുള്ള അവാർഡ് അവന് തന്നെ വേണ്ടത്. അപ്പോ ആളിവിടെ ഗ്രനേഡ് പൊട്ടിച്ചിടുകയാണ്. വോയിസ് ഓവർ കേൾക്കാം. അവൻ ഒറ്റ നിമിഷം കൊണ്ട് ആ സൗത്തുകാരി ഇല്ലാതാക്കിയത്. പക്ഷേ പാക്കിയോങ് ഗ്യാങ് കുറെ നാൾ മുമ്പ് മരിച്ചതല്ലേ? ആ ചതിയൻ അവനെ പുറകീന്ന് കുത്തിയില്ലായിരുന്നെങ്കിൽ അവന്റെ അനിയൻ നമ്മുടെ ഓപ്പറേറ്റീവ് അല്ലേ? SR-66 പോലെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള വാരിയറാണ് അവനും. എന്നിട്ട് ആളിങ്ങനെ ഇരിക്കുവാണ്. അത് കട്ട് ചെയ്ത് റിപ്പബ്ലിക് ഓഫ് കൊറിയ സ്പെഷ്യൽ മിഷൻ ഡയറക്ടറേറ്റ് കാണിക്കുകയാണ്. ഡയറക്ടർ, ഒരു കുഴപ്പമുണ്ട്. പറ. ഏജന്റ് കിമ്മിനെ കുറിച്ചുള്ള ഒരു വാർത്ത പരക്കുന്നുണ്ട്. പേര് പാക് ജിൻ ചിയോൾ, മുമ്പത്തെ റിപ്പബ്ലിക് ഓഫ് കൊറിയൻ സോൾജിയർ. ഏജന്റ് കിമ്മുമായിട്ട് കുറെ നാൾ അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അവന്റെ മിലിറ്ററി റെക്കോർഡ്സിൽ പലസ്തീനെതിരെയുള്ള ഓപ്പറേഷൻസും ഒരു മിലിറ്ററി ഗ്രൂപ്പിനെ ഇല്ലാതാക്കിയതും ഒരു പാകിസ്ഥാനി ടെററിസ്റ്റ് ഗ്രൂപ്പിനെ ഇല്ലാതാക്കിയതും എല്ലാം ഉണ്ട്. നീ എന്താ വിചാരിച്ച എനിക്ക് പാക് ജിൻ ചിയോളിനെ അറിയത്തില്ലെന്നാ? ബാക്കി പറ. കുറച്ചു നാൾ മുമ്പുണ്ടായ കഫേയിലെ ഒരു സംഭവത്തിൽ നിന്ന് പാക് ജിൻ ചിയോളിന്റെ കൂടെ ഏജന്റ് കിമ്മിനെ കണ്ടുകിട്ടി. അപ്പോ ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. കോഡ് നെയിം മോൾ ക്രിക്കറ്റ്. SMD ഡയറക്ടർ കങ് കുക് ചിയോൾ. നോർത്തുകാര് 45 മിനിറ്റ് മുമ്പേ ഈ ഒഫീഷ്യൽ അറസ്റ്റിന് വേണ്ടിയുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. നോർത്തുകാര് സമാധാന ചർച്ചയുടെ ഇടയിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ ഏൽപ്പിച്ചേക്കുക. അങ്ങനെ ആൾ അങ്ങോട്ട് വരുമ്പോ പറയാണ്, ഇത് ശരിയാവൂല. അതാകുമ്പോ അവർക്ക് നമ്മുടെ രാജ്യത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാലോ. ഗവൺമെന്റ് ഏജന്റ് കിം ജീവിച്ചിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ എത്രത്തോളം നമ്മൾ പുറമോട്ട് വലിയുന്ന അത്രത്തോളം ഗവൺമെന്റ് എന്തായാലും അവരുടെ റിക്വസ്റ്റ് സ്വീകരിക്കും. ഇവനെ പോലെ ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ആളെ നമുക്ക് എന്തായാലും നോർത്തിന് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ അവനെ ആദ്യം കണ്ടുപിടിക്കണം. അത് കട്ട് ചെയ്ത് ഇവിടെ നമ്മുടെ ആളോട് അവൻ പറയാണ്, സത്യമായിട്ടും എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞങ്ങൾ സ്മോൾ സെല്ലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാ. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ ടെലിഗ്രാം വഴി അറിയിക്കും. അതെന്താ അത്? ഞാൻ പറഞ്ഞാലും നിനക്കത് മനസ്സിലാവൂല. ആളവനെ ഇടിക്കുകയാണ്. അപ്പോ നമ്മുടെ ആള് ഒരു ഡിവൈസ് എടുത്ത് അവനെ വേദനിപ്പിക്കുകയാണ്. അതൊരു ഗ്രൂപ്പ് ചാറ്റാ. ഇപ്പൊ നിനക്ക് സംസാരിക്കാൻ അറിയാവോ? അവരെ ഇപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്യും. ഞാൻ എത്ര വട്ടം പറയണം? ഞങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. അവർ ഇങ്ങോട്ട് വരണം. ഒരു ചർച്ച കഴിഞ്ഞാൽ അവരപ്പരെ അത് ഡിലീറ്റ് ആക്കും. എന്താ ഇവിടെ ആരും ഇല്ലേ? ആരെങ്കിലും ഇവനെ വന്നൊന്ന് കുത്ത്. നീ എന്താ ഇത്ര കോൺഫിഡന്റ് ആയിരിക്കുന്ന? നിയമം കാരണം, ഈ നിയമം കാരണം ഞാൻ നിനക്കെതിരെ കേസ് കൊടുക്കും. അസോൾട്ട്, കൊലപാതകം, എല്ലാത്തിനും. നിയമമോ? നീയോ? നിനക്കറിയാവോ? ഞങ്ങൾക്കൊന്നും നിയമം ഒന്നുമല്ല. ഞങ്ങൾ മൈനേഴ്സാ. നിനക്ക് മൈനേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ആള് പറയാണ്, പാരന്റ്സ് നഷ്ടപ്പെട്ട നിങ്ങൾ ഓർഫനാവും. ഭർത്താവ് നഷ്ടപ്പെട്ട നിങ്ങൾ ഒരു വിധവയാവും. പക്ഷെ നിനക്കറിയാവോ, മക്കളെ നഷ്ടപ്പെട്ട പാരന്റ്സിനെ എന്ത് വിളിക്കണോന്ന് ആർക്കും അറിഞ്ഞൂടാ. അവരുടെ ആ വേദനയ്ക്ക് പേര് പോലും ഇടാൻ കഴിയില്ല. അപ്പോൾ ആള് ഗണ്ണെടുക്കാണ്. ഇത് ഫേക്ക് അല്ലേ? നിനക്ക് എങ്ങനെ കൊറിയയിൽ ഗണ്ണ് ഉപയോഗിക്കാൻ പറ്റും? നീ മൈനർ അല്ലേ? നിനക്ക് നിയമമൊന്നും ഇല്ലല്ലോ അല്ലേ? ആളെ ഷൂട്ട് ചെയ്യാൻ റെഡിയായി നിൽക്കാണ്. ഇല്ല ഞാൻ പറയുന്നതേക്ക്. ഞാൻ മൈനർ അല്ല, അവരൊക്കെ മൈനർ. അപ്പൊ ആളുടെ കാലില് ഷൂട്ട് ചെയ്യാണ്. ഞാൻ നിന്നെ ജീവനോടെ വിടുന്നത് എന്റെ മോക്കും ജീവനുണ്ടെന്ന് കരുതിയ. അവൾക്ക് ജീവനില്ലെങ്കിൽ നീ, നിന്റെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാരും ഇവിടെ തീരും. അപ്പോ അവിടെ ഇരിക്കുന്ന ഫോണിൽ ഒരു മെസ്സേജ് വരുന്നു. ആളതെടുത്ത് നോക്കുവാണ്. ഇന്നലെ നടന്നതിനെ കുറിച്ച് ആരും അറിയരുത്. ആള് അങ്ങോട്ട് വിളിക്കുകയാണ്. അപ്പൊ ഇവിടെ കോൾ വരികയാണ്. ഇവനെന്താ ഈ വിളിക്കുന്നത്? ഇവൻ അങ്ങനെ വിളിക്കാറില്ലല്ലോ. ചിലപ്പോ എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും. അതെടുക്കണ്ട. മിക്കവാറും അത് പോലീസായിരിക്കും. ആ ചാറ്റ് ആദ്യം ഡിലീറ്റ് ആക്ക്. നീ അവരാരും വിളിച്ചെടുക്കണ്ട. ആ ഫോണും അങ്ങ് നശിപ്പിച്ചേരെ. അപ്പൊ അതിലെ മെസ്സേജ് കാണിക്കുകയാണ്, ആ പെണ്ണിന്റെ ബോഡിയുടെ കാര്യം നിങ്ങൾ നോക്കാൻ നോക്ക്. ഉടനെ അതിന്ന് ലെഫ്റ്റ് ആവുകയാണ്. ആളിങ്ങനെ ഇന്ന് പറയാണ്, അവരെ വിളിക്ക്. അവരത് ഡിലീറ്റ് ആക്കിയതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ ആൾക്ക് എന്ത് ചെയ്യണോന്നറിയാൻ വയ്യ. ആളവനെ ഷൂട്ട് ചെയ്യാൻ റെഡിയായി നിൽക്കാണ്. അങ്ങോട്ടേക്ക് പോലീസ് വരുന്നു. അത് കട്ട് ചെയ്ത് ഹേരി ഇവിടെ ടെൻഷൻ ആയിരിക്കാണ്. ആള് സെർച്ചും ചെയ്ത് നോക്കുന്നുണ്ട് എന്തെങ്കിലും ന്യൂസ് വന്നോന്ന്. അപ്പോഴാണ് ആൾക്ക് ആ ഹെയർ ടൈയുടെ കാര്യം ഓർമ്മ വരുന്നത്. ഇവിടെ ജൂ വരികയാണ്. ഹേരി ഉറങ്ങിയോ? അറിയാൻ വയ്യ. അവൾ ഇതുവരെ റൂമിന്റെ വെളിയിൽ ഇറങ്ങിയില്ല. ഹേരിയുടെ അടുത്ത് ആള് വരികയാണ്. ഉറങ്ങിയില്ലെങ്കിൽ താഴോട്ട് വരാൻ എന്താ? ഞാൻ ജോലി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ആ അച്ഛ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന്? നിനക്ക് എന്തോ പറ്റി? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തോ ഒരു ടയർനെസ് പോലെ. ആ മിഞ്ചിയ കാരണോ അല്ലേ? അല്ല അതങ്ങ് വിട്ടേക്ക് മോളെ. അവൾ അങ്ങനത്തെ ഒരു രീതി വളർന്നു വന്നോണ്ട് അവൾ അങ്ങനെ. അവളുടെ അച്ഛൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റിയോ? എന്താ അങ്ങനെ ചോദിച്ച? ഞാൻ വെറുതെ ചോദിച്ച. ഇങ്ങനെ വീണ്ടും ഉണ്ടാവുമ്പോ നീ വെറുതെ നിൽക്കരുത്. അവര് നിന്നെ കാണുമ്പോ തന്നെ മുട്ടുകുനിക്കണം. അവര് നിന്നെ കണ്ടാ തന്നെ പേടിക്കണം. അങ്ങനെ ആവണം നീ. ആളൊന്ന് നോക്കുകയാണ്. നീ പേടിക്കണ്ട. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അച്ഛൻ നോക്കിക്കോളാം. അത് കെട്ടിയത് ഇവിടെ മഞ്ഞപ്പല്ലാരന്റെ അടുത്ത് ചോദിക്കുകയാണ്, ബോസേ നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തേ? നമുക്ക് ഒരുപാട് പൈസ കിട്ടിയെന്നല്ലോ അവളുടെ കയ്യിന്ന്. നമ്മള് വേണ്ടാത്തത് ചെയ്താൽ നമ്മളുടെ അവസാനമായിരിക്കും. അയാള് നമ്മളെ ജീവനോടെ തിന്നു. അത് കട്ട് ചെയ്ത് 2016 സംഭവം കാണിക്കുകയാണ്. അപ്പോ വോയിസ് ഓവർ കേൾക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല അവൻ. ചെറിയൊരു സങ്കേതം തുടങ്ങി ഇപ്പൊ കൺസ്ട്രക്ഷൻ വരെ എത്തിയേക്കുക. സോറി സാർ, കുറച്ച് സമയം കൂടെ നീട്ടിത്തന്ന ഞങ്ങൾ ഉടനെ അത് ചെയ്തു തീർക്കാം. നിങ്ങൾ ഇത് തന്നെയാ കഴിഞ്ഞ വട്ടം പറഞ്ഞത്. അത് അവര് കുറച്ച് ആൾക്കാരെ ഇറക്കി. സോറി സാർ, നിങ്ങൾ ശരിക്കും സോറി പറഞ്ഞതാണോ? എനിക്കത് തോന്നുന്നില്ലല്ലോ. ഇല്ല സാർ, ശരിക്കും ഞാൻ പറഞ്ഞതാ എന്ന് പറഞ്ഞ ആള് മുട്ടുകുത്തിയിരിക്കുകയാണ്. നീ ഇപ്പൊ എന്താ വിചാരിക്കുന്നേ? ഞാനൊന്ന് മുട്ടുകുത്തിയിരുന്ന ഇയാൾ എന്നെ വിടുവായിരിക്കും.
അത് കഴിഞ്ഞാൽ എന്റെ പ്രശ്നം അങ്ങ് തീർന്നല്ലോ. അങ്ങനല്ലേ നീ വിചാരിക്കുന്നേ? അല്ല സാർ, ഞാൻ ശരിക്കും മാപ്പ് ചോദിച്ചതാ. എന്നാ നിന്റെ യഥാർത്ഥ മാപ്പ് എനിക്ക് കാണിച്ചോ? നമ്മുടെ മഞ്ഞപ്പല്ലനും അവിടെ ഉണ്ട്. അയാൾ അവരെ ബോഡി ഗാർഡ്സ് എന്നാ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവര് പണ്ടത്തെ മിലിറ്ററി ഫോഴ്സസ് ആയിരിക്കും. പൈസ കൊണ്ടൊന്നും ശരിയായില്ലെങ്കിൽ ആള് വയലൻസ് ഉപയോഗിക്കും. അവിടെ മുള്ളുകൊണ്ട് നിറച്ചിട്ട് ആളെ അവിടെ കുത്തിയിരുത്തിക്കുകയാണ്. ഇവൻ പേടിച്ചു പോകുന്നുണ്ട്. കുനിഞ്ഞു മാപ്പ് ചോദിക്ക്. ഇയാൾ ഇതിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അയാള് ശരിക്കും ഒരു സൈക്കോപാത്ത് അല്ലേ? പിന്നെന്തിനാ പെണ്ണിന്റെ ബോഡി ഏറ്റെടുത്തേ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അയാൾക്ക് ഒരു കാര്യം കൊടുക്കാനുണ്ട്. എന്ത് കൊടുക്കാനുണ്ടെന്ന് അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അത് കട്ട് ചെയ്ത് ആളെ പോലീസ് പിടിച്ചോണ്ട് പോവാണ്. ആൾക്ക് എന്ത് ചെയ്യണോന്നറിയാൻ വയ്യ. അത് കട്ട് ചെയ്ത് കടലില് രണ്ടുപേരിങ്ങനെ ബോട്ടിലിരിക്കുകയാണ്. നമുക്ക് ഇത്രയല്ലേ വരാൻ പറ്റൂ. അപ്പോ അവിടെ ടോർച്ചിന്റെ വെട്ടം കണ്ട് അവര് താഴോട്ട് മുങ്ങുവാണ്. അതിലൊരാള് പെട്ടെന്ന് ഓടി വന്ന് പാറയുടെ പുറകിലിരിക്കുകയാണ്. ആളെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനില് നേരത്തെ കണ്ട റിയോങ് ഇല്ലേ, ആള് പറയാണ്, നിന്റെ ബ്രദർ ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് വാരിയർ ആണ്. ഇപ്പോ ആ നമ്പർ നിനക്കാ ഉള്ളത് 66. പക്ഷേ ആ മിഷന്റെ ഇടയ്ക്ക് അവനെ കുത്തിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. നമ്മുടെ ആൾക്കാരെ എല്ലാം കൊന്ന് നിന്റെ ബ്രദറിനെയും കൊന്ന് അവൻ സൗത്തിന് വേണ്ടി പോയി. ഞാൻ നിനക്ക് ആ സ്ഥാനം തരുക. നീ അവിടെ പോയി ആ ഫേക്ക് നമ്പർ 66ന്റെ തല ഇങ്ങോട്ടെത്തിക്ക്. ഇവിടെ ആള് നീന്താൻ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ കുഴിച്ചിട്ട് ആള് ക്യാപ്പ് വെച്ച് ഇറങ്ങുകയാണ്. എന്നിട്ട് കാറിൽ വന്നിരിക്കുന്നു. അപ്പോ കാറിൽ ആള് പറയാണ്, എനിക്ക് ടാർഗറ്റിന്റെ ലൊക്കേഷൻ കിട്ടിയില്ല. പക്ഷേ ആളുടെ കൂടെയുള്ള ആള് ഇപ്പൊ പോലീസ് സ്റ്റേഷനില്. ഇന്നാ പോലീസ് സ്റ്റേഷന്റെ അഡ്രസ്സാ. പിന്നെ ഒരു കാര്യം കൂടെ, അത് ഇതുവരെ ഞങ്ങൾക്ക് അത്ര കിട്ടാനുള്ള ഫണ്ട് കിട്ടിയിട്ടില്ല. നിങ്ങൾ ഈ മിഷൻ തീർത്തിട്ട് തിരിച്ചു പോകുമ്പോ അതൊന്ന് നോക്കണം. നിങ്ങൾ കുറെ നാളുകൊണ്ട് ഈ സൗത്തിലല്ലേ? അപ്പോ ആളൊന്നും മിണ്ടുന്നില്ല. ആളങ്ങ് ഇറങ്ങി പോവാണ്. ഇവിടെ ആള് ആ അഡ്രസ്സ് നോക്കിയിരിക്കുകയാണ്. അത് കട്ട് ചെയ്ത് ഇവിടെ തായ്ക്കൊണ്ടക്കാരൻ സ്വയം പരാതിയും പറഞ്ഞുകൊണ്ട് ഇറങ്ങുവാണ്. ഇങ്ങനത്തെ സമയത്തും അവൻ കിടന്ന് ഉറങ്ങുവാ. ഇവന് വേണ്ടി ഞാൻ എന്തിനാ കിടന്ന് കഷ്ടപ്പെടുന്ന? ഈ ജിൻചിയോന്റെ അടുത്ത് ഞാൻ എപ്പോ സംസാരിക്കുന്നു അപ്പൊ ഞാനൊരു മൃഗത്തെക്കാട്ടിലും കഷ്ടവാ. അപ്പോഴാണ് ഇയാൾ അങ്ങോട്ട് വരുന്നത്. അപ്പോ ആൾ ഇയാളെ നോക്കുന്നുണ്ട്. ഇതെല്ലാം എന്റെ ഇമാജിനേഷനാ. അവനെ കാരണം ഇങ്ങനെയൊക്കെ. ഇവിടെ ആള് മോളെ ആലോചിച്ച് കടക്കുവാണ്. എന്നിട്ട് ഈ വന്നവൻ അവിടുത്തെ ഒരു പോലീസുകാരനെ അറ്റാക്ക് ചെയ്ത് ആടെ യൂണിഫോം ഇട്ട് ഇറങ്ങാണ്. അത് കട്ട് ചെയ്ത്, എനിക്ക് വിശക്കുന്നു, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് തന്നൂടെ തിന്നാൻ? ഞങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ താടോ. അപ്പോ ഒരാൾ ഫുഡും കൊണ്ടുവരുന്നുണ്ട്. ആ ഫുഡ് വന്നല്ലോ. ഇന്നത്തെ മെനുവിൽ എന്താ ഉള്ളത്? നിങ്ങളാണോ പാക് ജിൻചിയോൾ? ആളെ നോക്കിയിട്ട് പറയാണ്, നീ പ്രതീക്ഷിക്കാതെയാണല്ലോ വന്നേ. ഈ ഉടുപ്പ് വലുതാണല്ലോ. നിന്റെ സൈസുള്ള ആരും കിട്ടിയില്ലേ? ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. 66 എവിടെയാ? നീ 66 എന്നാ പറഞ്ഞ? അതാരാ? സൗത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആള്. ഓ, നീ നോർത്തിന്ന് വന്നേ? കറക്റ്റ് സ്ഥലത്താണല്ലോ വന്ന. ഞാനത് തമാശ പറയല്ലേ. നീ അല്ല 66. നീ പോടെ. എനിക്ക് 66ഓ മീഡിയമോ ഏത് സൈസ് വേണമെങ്കിലും ഞാൻ വണ്ണം കുറച്ചിടാം. എനിക്ക് ഇവനെയാ വേണ്ടത്. ഓ, ഇയാളെയാണോ നീ ഉദ്ദേശിക്കുന്നേ? ഞാൻ നിന്നോട് അവസാനത്തെ ഒരു വട്ടം കൂടി ചോദിക്കും. 66 എവിടെയാ? ഇവിടെ പോലീസുകാരുണ്ട്. 789 മങ്തിയോങ് സ്ട്രീറ്റ്, ലോണ്ടറി ഷോപ്പിന്റെ മേളില. മതിയോ? നീ കാണുന്നതിനെക്കാട്ടിലും സോഫ്റ്റ് ആണല്ലോ. ഞാൻ കാണാനും സോഫ്റ്റാ. എന്തായാലും കുറച്ച് താമസിച്ച് മരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇപ്പൊ മരിക്കുന്നേ. ഓക്കെ, നിനക്ക് വേണ്ടി ഞാൻ അവനെ കൊല്ലാം. ഞാൻ ഉദ്ദേശിച്ചത് നീ മരിക്കുന്ന കാര്യവ്. നമുക്ക് ഇനിയും കാണാം എന്ന് പറഞ്ഞ ആള് പോവുകയാണ്. എന്നിട്ട് ആള് പെട്ടെന്ന് കൂടുള്ള ആളെ ഇടിച്ചിട്ട് പറയാണ് സോറി. എന്നിട്ട് ആള് കടന്ന് വെപ്രാളപ്പെടുകയാണ്. ആരെങ്കിലും ഒന്ന് വരണേ, CPR കൊടുക്കണേ. അപ്പൊ പോലീസ് അങ്ങോട്ട് കയറി വരുന്നു. ആൾ അതിന്റെ ഇടയ്ക്ക് വിട്ട് ഇടിക്കുവാണ്. ആ തക്ക നോക്കി അങ്ങ് വെളിയിറങ്ങി പോലീസിനെ പൂട്ടിയിടുവാണ്. സോറി, ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരാം. അത് കട്ട് ചെയ്ത് ഇവിടെ മഞ്ഞപ്പല്ലുകാരന്റെ ആൾക്കാര് ഒരാളെ ഇട്ട് അടിക്കുന്നുണ്ട്. ഇവിടെ ആള് നേരത്തെ എടുത്ത റെക്കോർഡ് എഡിറ്റ് ചെയ്ത് കേട്ടോണ്ടിരിക്കുകയാണ്. എന്റെ ആക്ടിങ് കൊള്ളാം. മേ ബി ഞാൻ ആക്ടിങ്ങിന് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോ കൂടുള്ളവന്മാർ അങ്ങോട്ട് വരികയാണ്. ബോസ്, ആളുടെ ഒപ്പ് കിട്ടി. എനിക്ക് ഇവിടെ നിന്ന് റിട്ടയർ ആവുന്നതല്ലേ നല്ലത്. അത് കട്ട് ചെയ്ത് നമ്മുടെ ആളെ ചോദ്യം ചോദിച്ചോണ്ടിരിക്കുകയാണ്. ആളൊന്നും മിണ്ടുന്നില്ല. അവിടെ എവിഡൻസും അടുക്കി വെച്ചേപ്പോണ്ട്. അപ്പോ അങ്ങോട്ട് ഒരാൾ വരികയാണ്. അവൻ ഇതുവരെ ഒന്നും മിണ്ടിയില്ല. ഇല്ല സാർ, ഒരു വാക്കും മിണ്ടിയില്ല. നിനക്ക് ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ? നിന്റെ പേരെന്താ? ആളൊന്നും മിണ്ടുന്നില്ല. നിനക്ക് നിന്റെ പേര് അറിഞ്ഞൂടാ? അവന്റെ ഫിംഗർ പ്രിന്റ് എടുത്ത് സിസ്റ്റത്തിൽ അവനുണ്ടോ നോക്ക്. അത് കട്ട് ചെയ്ത് മഞ്ഞപ്പല്ലം പറയാണ്, ഡിക്കി ഉറക്ക്. ഇത് എന്ത് സ്മെല്ലാ? ഡെഡ് ബോഡി അല്ലേ? പ്ലാസ്റ്റിക് മൂടണ്ടേത് എന്ന് പറഞ്ഞ ആളെ അടിക്കാൻ വരുമ്പോ ആള് മാറുവാണ്. നീ എന്തോ മാറിക്കളിക്കുക? അങ്ങനെ അവന്മാരവിടെ സ്ലോ മോഷനിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ മിഞ്ചിയുടെ കൈ പയ്യെ അനങ്ങുന്നു. അത് കട്ട് ചെയ്ത് ഇവിടെ ആളുടെ ഫിംഗർ പ്രിന്റ് എടുക്കുകയാണ്. നോക്കുമ്പോ അതിൽ ആക്സസ് ഡിനൈഡ് എന്നാണ് കാണിക്കുന്നത്. സാർ, ഇത് എന്ത് പറ്റി? ആളൊന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോ ആളുടെ ഫോണില് ആരോ റിങ് ചെയ്യുന്നുണ്ട്. അത് അവന്റെ ഫോണാണോ? അതെ സാർ. അങ്ങനെ അയാൾ ഫോൺ ചെന്ന് നോക്കുകയാണ്. എന്റെ മോളോ? ഇത് കേട്ട് ആളൊന്ന് തിരിഞ്ഞു നോക്കുന്നു. ആള് ആ താക്കോല് നോട്ടിട്ട് അവിടെ അടിച്ചിടുകയാണ് ആളെ. ഇയാൾ ഇതൊന്നും അറിയുന്നില്ല. ഇയാള് സൗണ്ട് ഇട്ട് നോക്കുമ്പോഴത്തേക്ക് ആള് വാതിലും തുറന്നു നിന്ന് ആളുടെ കഴുത്തി കയറി പിടിക്കുകയാണ്. ആള് ഫോൺ എടുക്കുവാണ്. ഹലോ, ഇത് മിഞ്ചിയാണോ? അതോടെ എപ്പിസോഡ് 2 ഇവിടെ തീരുവാണ്. അപ്പൊ അടുത്ത എപ്പിസോഡായി അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ ഗൈസ്.